ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രേണുസുതി നെഗറ്റീവ് കോൺട്രവേഴ്സി ഉണ്ടാക്കിയാണ് രേണുസുതി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം. രേണുസുതിയുടെ പുതിയൊരു ആൽബത്തിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളൂ, മന്ദാരച്ചയിലോ എന്തൊരു ആൽബം അല്ലേ. ഇപ്പം അത് ഹിറ്റ് ആവാൻ സാധ്യതയില്ല. കാരണം എല്ലാവരും എടുത്തിട്ട് അലക്കുന്നത് ഈ ആൽബത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്. രേണുസുതി ഏപ്പടത്തിൽ അഭിനയിച്ച രീതിയിലാണ് രേണുസുതി ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതിന് ഏപ്പടത്തിൽ പോയിക്കൂടെ? എന്തിനാണ് ഇപ്പോൾ അത്? ആ ചിഹ്നം മാത്രമേ മാറിയിട്ടുള്ളൂ. ഏപ്പടത്തിൽ പോയി അഭിനയിക്കും, നല്ല പൈസ കിട്ടും. എന്തൊരു പൈസയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇത് രേണുസുതി അഭിനയിക്കല്ല. ശരിക്കും റിയാലിറ്റിയാണ് അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും റിയൽ ആയിട്ട് എങ്ങനെയാണ് ഒരു പുരുഷന്റെ അടുത്ത് പെരുമാറുന്നത്, ആ രീതിയിലാണ് നമ്മൾ ശരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊക്കെ വേണ്ടി പൈസ മുടക്കി കൊടുത്ത് മതിൽ പണിത് കൊടുത്തവരും വീട് പണിത് കൊടുത്തവരും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് സ്ഥലം കൊടുത്ത പുരോഹിതനും മക്കളെ പഠിപ്പിക്കുന്നതും അതുപോലെ ഋതപ്പിനെയാണെങ്കിലും ചേട്ടന്റെ ആദ്യത്തെ മകൻ കിച്ചുവിനെയാണെങ്കിലും ഒക്കെ പഠിപ്പിക്കുന്നവരൊക്കെ വിഡ്ഢികളായിപ്പോയി. ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി സംസാരിക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തുക കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ ഈ സുധിയുടെ മകൻ എന്ന് പറയുന്ന കിച്ചുവിനെ നിങ്ങൾ കാശ് കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? ഫ്ലവേഴ്സ് ചാനലാണ് കാശ് കൊടുത്ത് പഠിപ്പിക്കുന്നത്. ഇനി എന്തിനാണ് പഠിപ്പിക്കുന്നത്? ആ കുട്ടിക്ക് 21 ഇയേഴ്സ് ഓൾഡ് കഴിഞ്ഞു. ആ കുട്ടി സ്വന്തമായി കാറ് മേടിച്ചു, കള്ള് കുടിച്ചു, പോലീസ് പിടിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ പഠിപ്പിക്കാൻ കാശ് കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ കിട്ടുന്ന കാശ് എന്താണ്? ധൂർത്തടിക്കാനാണ് അവരൊക്കെ നോക്കുന്നത്. മണാലിയിൽ ടൂർ പോകുന്നു. ഇങ്ങനെ ജേണുസുതി ടിപ്പ് കൊടുക്കുന്നു. മണാലി ടൂർ പോകാനുള്ള കാശ് കുട്ടിയുടെ കയ്യിലുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? യൂട്യൂബ്, നല്ലൊരു യൂട്യൂബ് ഉണ്ട്, നല്ലൊരു വരുമാനമുള്ള കുട്ടിയാണ്. ഇവരെയൊന്നും നിങ്ങൾ എന്തിനാണ് പഠിപ്പിക്കുന്നത്? നിങ്ങൾ ആ കാശ് പാവങ്ങളെ സഹായിക്കൂ. ഏഹ് ഈ രേണുസുതിക്ക് വീട് വെച്ച് കൊടുത്തു. വീട് തിരിച്ചെടുക്കണം. നിങ്ങൾ ആര് ഇനി വീട് കൊടുക്കുകയാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നവര് ദയവ് ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കണമെങ്കിൽ 10 വർഷത്തിനൊരു എഗ്രിമെന്റ് കൊടുക്കണം. അവർ ആ 10 വർഷത്തിനുള്ളിൽ സ്റ്റേബിൾ ആയില്ലെങ്കിൽ വീണ്ടും ഒരു 10 വർഷത്തിന് എഴുതി കൊടുക്കാം എന്നുള്ള ലെവലിലായിരിക്കണം. 10 വർഷം വരെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ സ്ത്രീകൾക്ക് നിങ്ങൾ ജോലി കൊടുക്കുക. എവിടെയെങ്കിലും ജോലി മേടിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഉടനെ തന്നെ ഫെയിം കിട്ടാൻ വേണ്ടി ഇപ്പം ഞാൻ പുരോഹിതന് ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടല്ല കൊടുത്തത്. ഒരു സ്ഥലം അങ്ങട് കൊടുത്തു. പക്ഷെ വീട് വെച്ചോരും മതിൽ വെച്ചോരും ഒക്കെ ഫെയിം കിട്ടാൻ തന്നെയാണ്. ഉപകരണങ്ങൾ കൊടുത്തോരും ഇതൊക്കെ ഫെയിം കിട്ടാനുണ്ട്. ഇവരെ പിന്നാലെ അങ്ങോട്ട് പോയി എല്ലാം ചെയ്തു. ലാസ്റ്റ് എന്തായി? അതിലും വലിയ ഫെയിം അവർക്ക് കിട്ടി. ഏറ്റവും പൊട്ട സാധനങ്ങളാണ്, ഏറ്റവും പൊട്ട രീതിയിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും അധികം ഫെയിം കിട്ടി. നാറാണത്ത് എന്താ പറയാ, നാണക്കേടിന്റെ നാറാണത്ത് കല്ലെടുത്തിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെയായി അവർ തിരിച്ചു മടങ്ങിപ്പോന്നു. എന്തിനാണ്? സ്വന്തം കയ്യിലിരിക്കുന്ന കാശാണ് നിങ്ങൾ കൊണ്ടു കൊടുത്തത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 10 വർഷത്തേക്ക് മാത്രം എഗ്രിമെന്റ് ചെയ്ത് കൊടുക്കുക. ഈ സ്ഥലം കൊടുക്കുകയാണെങ്കിൽ 10 വർഷത്തേക്ക്, അത് കഴിഞ്ഞ് അവർ സ്റ്റേബിൾ ആവുകയാണെങ്കിൽ അവിടെ നിന്ന് മാറി പോയിട്ട് വേറെ ആൾക്കാർക്ക് കൊടുക്കണം. ഇതിപ്പോ അവരെന്താ ചെയ്യുന്നത്? അവരെ കയ്യിൽ കിട്ടുന്ന കാശ് മുഴുവൻ അവർ ധൂർത്തടിക്കുന്നു. അവര് കണ്ണി കണ്ട ഡ്രസ്സുകളും ഈ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളും 3 പീസുകളും മേടിച്ച് ധൂർത്തടിക്കുന്നു. ഉം, കള്ള് കുടിക്കാൻ ഉപയോഗിക്കുന്നു. അവര് കാറുകൾ ഉപയോഗിക്കുന്നു. ഒന്ന് നിങ്ങൾ ആലോചിച്ച് കൊടുത്തോര് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പാവങ്ങൾ എത്രയാണ് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന്. അല്ലെ? ഇപ്പൊ നോക്കിയോക്ക് ഈ ഒരു ഇതില് രേണുസുതി തന്നെ പറയുന്നു, എന്നെ തെറി വിളിച്ചോളൂ. തെറി വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. രേണുസുതി തന്നെ പറയുന്നു. നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. ഇതിന് നന്നായിട്ട് വൾഗറായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെ പിടിച്ച് അങ്ങനെ ഇങ്ങനെയും ചെയ്തതൊക്കെ ഇതിലുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടോളൂ ട്ടോ. എന്നിട്ട് നെഗറ്റീവ് പറഞ്ഞോളൂ. നിങ്ങൾ എന്ത് തെറി വേണേ വിളിച്ചോളൂ. പക്ഷെ നിങ്ങളിത് കാണണം, ഹിറ്റാക്കണം. അത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ ഇട്ട് തരുമ്പോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ എന്താ ഉണ്ടാവുക? അതെടുത്തിട്ട് അലക്കും അല്ലെ? ഇപ്പൊ എനിക്ക് തന്നെ ഒരുപാട് മെസ്സേജസും കമന്റ്സും ഒക്കെ വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്തിനാണ് രേണുസുതി പിന്നാലെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവസാനിപ്പിച്ചുകൂടെ? രേണുസുതി തന്നെയല്ലേ കണ്ടന്റ് ഇട്ട് തരുന്നേ? രേണുസുതിക്ക് കണ്ടന്റ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തന്നെ റിയാക്ഷൻ വീഡിയോയും ചെയ്യാം. അത് നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? അവര് അവരുടെ രീതിയിൽ അഭിനയിച്ച് പോവുകയല്ല ചെയ്യുന്നേ. അവരെല്ലാവരും വെല്ലുവിളിച്ചുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ മുഴുവൻ തരം താഴ്ത്തി ചീത്ത വിളിച്ചുകൊണ്ടാണ് അവര് നടക്കുന്നത്. ചിലവരുടെ പേരിൽ കേസ് കൊടുക്കുന്നു, ചിലവരുടെ പേരിൽ ചീത്ത വിളിക്കുന്നു. അവർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ടാണ് അവരിതൊക്കെ ചെയ്യുന്നേ. അപ്പൊ പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് എന്തായാലും തിരിച്ചു കൊടുത്തേ പറ്റൂ. സുധിചേട്ടന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് എന്ത് തോന്നിവാസം ചെയ്യുന്നു. അങ്ങനെ ഒരുവിധ റീൽസ് ഒക്കെ ഇടുന്നതിൽ മുഴുവൻ സുധിചേട്ടനുണ്ട്. സുധിചേട്ടന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് എന്ത് കഷ്ടപ്പാടാണ് ഈ ചെയ്യുന്നത്? ഈ വൃത്തികേട് ചെയ്യുന്നതോ? 3 പീസ് ഇട്ട് വൃത്തികേട് ചെയ്യുന്നതോ? കുറച്ചു കാലം മുന്നേ ഈ സുധിചേട്ടന്റെ ട്രോഫികൾ മുഴുവൻ എവിടെ നടത്തിയെന്ന് നമുക്കറിയാലോ. വെറുതെ കട്ടിലിന്റെ അടിക്ക് തള്ളി വിട്ടേക്കാണ്. ഈ മൂപ്പരാൾക്ക് കിട്ടിയ ട്രോഫികളൊക്കെ സ്വീകരണ മുറിയിൽ വെച്ചുകൊണ്ട് സുധിചേട്ടന്റെ ട്രോഫികളൊക്കെ അവിടെ കൊണ്ടുവച്ചിരിക്കുക. എവിടെ വെച്ചിരിക്കുകയല്ല, വെറുതെ കൊണ്ടിട്ടിരിക്കുക. അത് അവരുടെ വീഡിയോയിൽ തന്നെ വ്യക്തമാണ്. അപ്പൊ ഇപ്പൊ റീൽസ് ചെയ്യുന്നത് മുഴുവൻ സുധിച്ചേട്ടന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് തട്ടമിട്ടുകൊണ്ട് എന്തിനാണ്? നെഗറ്റിവിറ്റി പബ്ലിസിറ്റി ചെയ്യാണ് ശരിക്കും. കല്യാണം കഴിക്കുന്ന ആള് മുസ്ലിം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തട്ടിട്ട് ചെയ്യുന്നത്.
നെഗറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം, അങ്ങനെ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എന്ന് രേണുസുധിക്ക് മനസ്സിലായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നെഗറ്റീവ് ആയ ഒരു പേഴ്സൺ മാത്രമേ പറ്റുള്ളൂ. പോസിറ്റീവ് കാണിച്ചുകൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ആ അച്ചായൻ, അച്ചയൻസ് ഗോൾഡ്, പോസിറ്റീവ് ആയിട്ട് ആ മനുഷ്യൻ എത്ര വീഡിയോ ചെയ്തു. എന്താ, പോസിറ്റീവ് ആയിട്ട് ചെയ്തിട്ട് അവസാനം അദ്ദേഹത്തിന് നെഗറ്റീവ് ആയില്ലേ? അപ്പൊ നെഗറ്റീവ് ആയിക്കൊണ്ട് തന്നെ വീഡിയോ ചെയ്താൽ ഹിറ്റാവും. ഇപ്പൊ മാനനഷ്ടത്തിന് 2 കോടി രൂപ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിഷപ്പ് കേസ് കൊടുക്കാൻ പോവാണ്. ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് പൈസ കെട്ടിവെക്കണത്രേ, ഇങ്ങനെ കേസ് കൊടുക്കണമെങ്കിൽ. അപ്പൊ ആ കെട്ടിവെക്കാനുള്ള പൈസയ്ക്ക് വേണ്ടി ബിഷപ്പ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം കേസ് കൊടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അറിയില്ല നമുക്കതിന്. അപ്പൊ ഈ ബിന്ദു അമ്മണി എന്ന് പറഞ്ഞ ഈ വക്കീല്, അത് രേണുസുധിയുടെ വക്കീലാണ്. അത് കൂടുതലും കോംപ്രമൈസിന് വേണ്ടി ശ്രമിക്കുകയാണ് അച്ഛൻ്റെ അടുത്തും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ ഈ മാനനഷ്ടത്തിന് 2 കോടി രൂപ കൊടുക്കണ്ടല്ലോ എന്നുള്ള രീതിയിലായിരിക്കാൻ വേണമെങ്കിൽ. പക്ഷെ രേണു പറയുന്നത് എന്താണ്, അച്ഛനാണ് കോംപ്രമൈസ് ചെയ്യുന്ന വരുന്നതെന്ന്. അച്ഛൻ എന്തിനാണ് കോംപ്രമൈസ് ചെയ്യാൻ വരേണ്ടത് ആവശ്യം? ഒരാവശ്യവും അച്ഛനില്ല. അച്ഛന്റെ പേരിലാണ് ഇത്രയും മാനനഷ്ടം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് രേണു. രേണുവിന് എന്ത് മാനനഷ്ടം ഉണ്ടായില്ല. രേണുവിനൊക്കെ എന്താണ്, ഒക്കെ പോസിറ്റീവ് ആയിട്ടാണ് ആളെടുത്തിരിക്കുന്നത്. എല്ലാ നെഗറ്റിവിറ്റിയും ആള് സ്പ്രെഡ് ചെയ്യുന്നത് എന്തിനാണ്, പോസിറ്റീവ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾ തോന്നുന്നുണ്ട് ഈ രേണു ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വലിയ വലിയ നടിമാർ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ പറയും. വലിയ നടിമാരും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊന്നും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നില്ല. അവർ അഭിനയിച്ചു, അവർ പോകുന്നു, കാശ് മേടിച്ച് അവർ പോകുന്നു. മറ്റുള്ളവരെ തെറി വിളിക്കാനോ ചീത്ത വിളിക്കാനോ ഒന്നും ഒരു വീഡിയോ ഇട്ട് വരുന്നില്ല. രേണു ഇത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് എല്ലാവരെയും തലയ്ക്ക് കയറി ചീത്ത വിളിക്കാനാണ്. അപ്പൊ എല്ലാവർക്കും സഹായിക്കുമ്പോ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇങ്ങനെ കള്ള് കുടിച്ച് നടക്കാനും കൂത്താടി നടക്കാനും വേണ്ടി നിങ്ങൾ സഹായിക്കരുത്. ഇപ്പൊ ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ളവരൊക്കെ എന്താ ഡയമണ്ട് കൊടുത്തുന്ന് പറയുന്നു, ഐഫോൺ കൊടുത്തുന്ന് പറയുന്നു. ഇവരുടെ ഡാൻസും പാട്ടും കണ്ടുകൊണ്ട്, അതായത് ബാറിൽ കയറി കൂത്താടുന്ന ഡാൻസും പാട്ടും കണ്ടുകൊണ്ട് ബാറിൽ ചെന്നിരുന്നിട്ട് ഇവർക്ക് ഫാമിലീസ് വന്നിട്ടാണ് കൊടുക്കുന്നത്. അവർക്കൊക്കെ എന്തിന്റെ അസുഖമാണ്? ഈ ഫാമിലീസ് വന്ന് ഈ ഡയമണ്ടും വാച്ചും റൈബാന്റെ കണ്ണടയും അതുപോലെ തന്നെ ഐഫോണും എന്താ പറയാ, എല്ലാ ഗിഫ്റ്റുകളും, നല്ല വില കൂടിയ ഗിഫ്റ്റുകളൊക്കെ ഇവർക്ക് കൊടുക്കുന്നു. എന്ത് കാര്യത്തിലാണ്? നിങ്ങൾക്ക് അവർക്ക് എന്ത് സഹായമാണ്, എന്ത് സർവീസാണ് നിങ്ങൾക്ക് ചെയ്തു തന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. നമ്മൾ ഒരാൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവരെന്തെങ്കിലും സർവീസ് നമുക്ക് ചെയ്തു തരണം, നമ്മൾ ആനന്ദിപ്പിക്കണം അല്ലേ? ആ സർവീസ് നിങ്ങൾക്ക് എന്താണ് ചെയ്തു തന്നത്? അവരവിടെ അവരുടെ ജോലി അനുസരിച്ച് വന്ന് രേണു വന്ന് പാട്ടുപാടി ഡാൻസ് കളിച്ച് പോയി, അവരെ അവിടെ വിളിച്ചുള്ളതാണ്. 7 ദിവസത്തിനോ 10 ദിവസത്തിനോ വിളിച്ചുള്ളതാണ്. നിങ്ങളവിടെ വന്നിരുന്ന് അവിടെ കുടിക്കുകയോ അല്ലെങ്കിൽ തിന്നുകയോ എന്തോ ചെയ്ത് നിങ്ങളത് കണ്ടുകൊണ്ട് നിങ്ങൾ പോയി. ടിപ്പ് കൊടുക്കണേ ടിപ്പ് കൊടുത്തു. എന്നല്ലാതെ ഇത്രയും വില കൂടിയ ആഭരണങ്ങളും വില കൂടിയ സമ്മാനങ്ങളും കൊടുക്കാൻ രേണുസുതി നിങ്ങൾക്ക് എന്ത് ചെയ്തു തന്നു? അതോ ഇനി നമ്മുടെ ദിനേശ്, എന്താണ് ശാന്തിയുള്ള ദിനേശ് പറഞ്ഞ പോലെ എന്തെങ്കിലും പരിപാടി അതിനുള്ളിൽ മണക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇത്രയും വലിയ ഗിഫ്റ്റ് നിങ്ങൾ കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കുറെ ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടോ? നമുക്കറിയില്ല. ഇത്രയും വലിയ ഗിഫ്റ്റ് ഒക്കെ എന്തിനാണ് കൊടുക്കുന്നത്? ഈ ഗിഫ്റ്റുകൾ കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ അർഹതപ്പെട്ടവരെ കയ്യിലേക്ക് ഇത് എത്തിക്കുക. അർഹതപ്പെട്ടവര് ഇഷ്ടപ്രകാരം നമ്മുടെ നാട്ടിൽ നിങ്ങളൊന്ന് 10 മീറ്റർ നടന്നു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അർഹതപ്പെട്ടവർ ആരാണെന്ന്. അത് കാറിൽ പോണവരാണെങ്കിലും ആ 10 അല്ലെങ്കിൽ ഒരു 100 മീറ്റർ സഞ്ചരിച്ചാൽ അർഹതപ്പെട്ടവരെ നിങ്ങൾ കണ്ടെത്തും. അവരെ കൈകളിലേക്ക് കൊടുക്കൂ. അളന്ന് കൊടുക്കണം. എന്ത് കൊടുക്കണമെങ്കിലും അളന്ന് കൊടുക്കണം. അല്ലെങ്കിൽ ഞാനൊരു പോംവഴി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓർഫനേജുകളൊക്കെ ഒരുപാടുണ്ട് ല്ലേ? ക്രിസ്ത്യൻസിന്റെ ആയാലും മുസ്ലിംസിന്റെ ആയാലും ഹിന്ദുക്കളുടെ ആയാലും ഉണ്ട്. ആ കൊച്ചുമക്കൾക്ക് അല്ലെങ്കിൽ ആ വയസ്സായ മാതാപിതാക്കൾക്ക് ഒരു നേരത്തെ ആഹാരം നിങ്ങളുടെ വക എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്തു നോക്കി നോക്കൂ. അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്രയും പൈസ എല്ലിന്റെ ഇടയിൽ കുത്തിയത് കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നേ? അല്ലേ? അത്രയും പൈസ കൂടിയത് കൊണ്ടല്ലേ? അല്ലാണ്ട് സ്വന്തം മക്കൾക്കും ഭാര്യയും ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ള പൈസ തുച്ഛം വന്ന് ബാങ്കിലും ഇട്ട്, അതും ഇല്ലാതെ ബാങ്കും കവിഞ്ഞൊഴുകിയ പൈസയാണല്ലോ നിങ്ങൾ ഈ കൊടുക്കുന്നത്. ഗിഫ്റ്റ് ഡയമണ്ടൊക്കെ ഇവൾക്കൊക്കെ ഡയമണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ഉപകാരം കിട്ടിയത്? അതേസമയം നിങ്ങൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട്, അതായത് ഏതെങ്കിലും ഒരു ഓർഫനേജിലോ ഏതെങ്കിലും യത്തീംഖാനയിലോ എവിടെയെങ്കിലും ചെന്ന് ഏതെങ്കിലും ആശ്രമത്തിലോ ചെന്നിട്ട് നിങ്ങൾ ഇതാ ഇന്നത്തെ ഉച്ചയിലേക്കുള്ള കുട്ടികൾക്കുള്ള ബിരിയാണി ഞങ്ങളുടെ വകയാണ് എന്നും പറഞ്ഞ് അത്ര പൈസ അവർക്ക് കൊടുത്ത് ആ ബിരിയാണി അവർ തിന്നണ നോക്കി നിങ്ങൾ അവിടെ ചെന്ന് നിന്ന് നോക്കൂ. നിങ്ങൾക്ക് കിട്ടുന്ന ആശ്വാസം ഉണ്ടല്ലോ, അതിനപ്പുറം വേറെ ഒന്നും നിങ്ങൾ ബിരിയാണി കൊടുക്കാനുള്ള പൈസ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഓരോ ലഡു എങ്കിലും നിങ്ങൾക്ക് കൊടുക്കാനുള്ള പൈസ ഉണ്ടാവില്ലേ? ആ പൈസ എങ്കിലും നിങ്ങൾ അവിടെ കൊണ്ടടച്ച് ആ കുട്ടികൾക്ക് ലഡു നിങ്ങൾ മേടിച്ചു കൊടുക്കാൻ പാടില്ല, പൈസ അടയ്ക്കാനേ പാടുള്ളൂ. പക്ഷെ ആ മേടിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അവിടെ ചെന്ന് നിന്ന് അവർ തിന്നണം നോക്കി അവരെടുത്ത് നിന്ന് 1 മണിക്കൂർ നേരം സ്പെൻഡ് ചെയ്താൽ കിട്ടുന്ന ആ പുണ്യം നിങ്ങൾക്ക് ഈ ബാറിൽ ചെന്നിരുന്ന് ഈ രേണുസുധയുടെ ഡാൻസും അതൊക്കെ കണ്ടോളൂ, കാണണ്ടെന്നല്ല, കണ്ടിട്ട് അവർക്ക് ഈ നെക്ലസും തേങ്ങയും മാങ്ങയും കൊടുക്കുന്ന ഈ പൈസ നിങ്ങൾ ഇങ്ങനെ വിനിയോഗിച്ചു നോക്കും. ഇനി ഇവൾക്ക് വീട് കൊടുക്കുന്നതും സ്ഥലം കൊടുക്കുന്നവരുടെ അടുത്തൊക്കെ തന്നെയായി പറയുന്നത്.
നിങ്ങക്കൊക്കെ ലജ്ജയില്ലേ ഇങ്ങനെ കൊടുത്ത് ഒന്ന് കുറച്ച് പേര് കൊടുത്തു. അവർക്കുള്ളത് കിട്ടിക്കഴിഞ്ഞു. വീണ്ടും, വീണ്ടും ഇപ്പഴും കൊടുത്തുകൊണ്ടിരിക്കാ ആൾക്കാര്. സമൂഹത്തിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കൂട്ടോ. അധപതിച്ച് ജീവിക്കുന്ന എത്രയോ മക്കള് 13ഉം 12ഉം വയസ്സ് തൊട്ട് അധ്വാനിച്ച് ജീവിക്കുന്നേന്ന് നിങ്ങൾക്കറിയോ? എത്ര മക്കളാണ് അധ്വാനിച്ച് ജീവിക്കുന്നതെന്നറിയോ? എന്നിട്ട് സ്കൂളിൽ പോകുന്നതെന്നറിയോ? അവർക്കൊന്നും കൊടുക്കാതെ സുധിച്ചേട്ടന്റെ ഈ മകന് 10, 21 വയസ്സായ ചെക്കൻ അടിച്ച് പൊളിച്ച് ജീവിക്കുന്ന ചെക്കന് വീണ്ടും പഠിപ്പിക്കാൻ കാശ് കൊടുക്കുക. നല്ല നല്ല പരിപാടികളാണ് നിങ്ങളൊക്കെ ചെയ്യുന്നെ.